മന്നം സമാധിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് സന്ദർശനാനുമതി നിഷേധിച്ച് NSS. പുഷ്പാർച്ചന നടത്താൻ അനുമതിയില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ സന്ദർശനം വേണ്ടെന്ന നിലപാടിലാണ് NSS. ടോബി ജോൺസൺ കോട്ടയത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് NSS എന്തുകൊണ്ട് ഈ രീതിയിൽ പോയി എന്നതിന് വിശദീകരണം എന്താണ്? ഇതിലിപ്പോൾ ഈ ഇലക്ഷൻ സമയമാണ് എന്നതിനപ്പുറത്തേക്ക് ഉപരാഷ്ട്രപതിയാണ് സന്ദർശനത്തിനായി ഇരുന്നത്. പക്ഷെ അതിപ്പോൾ വേണ്ട എന്ന നിലപാടിലേക്ക് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ NSS വന്നു? രണ്ട് കാര്യങ്ങളാണ് NSS ഇതിൽ പറയുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് നിൽക്കുന്നില്ല NSS എന്നുള്ളൊരു നിലപാട് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുരക്ഷാ പരിശോധനകൾക്കും മറ്റും ഈ NSS സമാധി, അതായത് ഈ മന്നം സമാധി തുറന്നു നൽകേണ്ടി വരും. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ പുണ്യമായി കാണുന്ന ഒരു സ്ഥലമാണ്. NSSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്. അവിടെ ഇങ്ങനെ പരിശോധനകൾക്ക് വേണ്ടി ഈ ഡോഗ് സ്ക്വാഡും മറ്റുമൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവർ ഉയർത്തിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അനുമതി തൽക്കാലം വേണ്ട എന്ന് നൽകേണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ മറ്റ് സൗകര്യങ്ങൾ, ഗസ്റ്റ് ഹൗസ് അടക്കമുള്ള കാര്യങ്ങൾ ഉപരാഷ്ട്രപതിക്ക് ഒരുക്കി കൊടുക്കുന്ന NSS ആണെന്ന് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NSSലെ ഗ്രൗണ്ടിലാണ് ഉപരാഷ്ട്രപതി വന്ന് ഇറങ്ങുന്നത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി ഉപരാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നും ചോദിച്ചത്. അതിനുശേഷം ഇത് പോസിബിൾ അല്ല എന്ന് കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അത് വീണ്ടും മാറ്റി റീഷെഡ്യൂൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ട്രാവൽ ലിസ്റ്റ് വീണ്ടും പുറത്തിറക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് വിവാദമായത്. എന്തായാലും മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനുള്ള ആ ഒരു കാര്യം, അത് ഉപരാഷ്ട്രപതി ആണ് അങ്ങനെ ചോദിച്ചത്, അത് നിഷേധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്നാൽ NSS പറയുന്നത് ഉപരാഷ്ട്രപതിയുമായിട്ട് മറ്റൊരു പ്രശ്നവുമില്ല. നേരത്തെ മഹാരാഷ്ട്ര ഗവർണറായിട്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇതിനുള്ള അനുമതിയൊക്കെ നൽകിയതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് ഉപരാഷ്ട്രപതി ആവുമ്പോൾ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ മന്നം സമാധിയിൽ ഒരു പരിശോധനയ്ക്ക് കടക്കാനുള്ളത് അത് അത്ര ശരിയായൊരു നടപടിയല്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ SP കോളേജിലാണ് ഉപരാഷ്ട്രപതിക്ക് പരിപാടിയുള്ളത്. കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. ഈ NSSന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാണ് SP കോളേജിലേക്ക് അദ്ദേഹം പോകാൻ അദ്ദേഹത്തിന് ട്രാവൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ NSS കൈക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.